വിദ്യാർത്ഥിനികളെ, തൈക്കാട് സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് കൊണ്ട് കണ്ടതാണ്. ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, സെറ്റ്സ് എന്നാണ്. അപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ അകത്ത് വരുന്ന മെമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളിക്കാം, അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞത്. തുടക്കം എന്നുള്ള ക്ലാസ് അല്ലെങ്കിൽ തുടക്കത്തെ ആദ്യ ഭാഗത്തെ ക്ലാസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വലിയ ആധികാരികതയൊന്നും ക്ലാസ്സിന് കൊടുത്തിട്ടില്ലായിരുന്നു. അവശ്യ കാര്യങ്ങൾ, കുറച്ചൊരു കാര്യം, ഒരു തുടക്ക ക്ലാസ് അല്ലേ, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് അവശ്യ കാര്യങ്ങൾ ചെറിയ രീതിക്ക് പറഞ്ഞു തുടങ്ങി വെച്ചതേ ഉള്ളായിരുന്നു. നമുക്ക് അതിന്റെ ആധികാരികതയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് നമുക്കിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സെറ്റിന്റെ പ്രത്യേകത നമ്മൾ കണ്ടായിരുന്നു. അപ്പം സെറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എലമെന്റ്സ്, സിനോണിമസ് ടേംസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് സിനോണിമസ്? അതായത് ഒരേ പ്രത്യേകത, ഒരേ സ്വഭാവമുള്ള എലമെന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിരിക്കും ആ സെറ്റിനകത്ത് അടങ്ങിയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ഇസിക്കൽ ടു സെറ്റ് 1, 2, 3, 4, 5 എക്സെട്ര. സെറ്റ് അവസാനിപ്പിച്ചു. അപ്പോ സെറ്റിനകത്ത് ഈ എലമെന്റ്സിനെ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഒരു ഓപ്പൺ ബ്രേസ് ഉണ്ടാവും, ക്ലോസ്ഡ് ബ്രേസ് ഉണ്ടാവും. അപ്പൊ ഈ സെറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രേസസ് and the elements are separated through comma. ഓപ്പൺ, തുറന്നതും അടഞ്ഞതുമായ ബ്രേസിനകത്ത് വരുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എങ്ങനെ വേർതിരിച്ചിരിക്കും? കോമ കൊണ്ട് വേർതിരിക്കപ്പെട്ട എലമെന്റുകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തിനാ എക്സെട്ര ഇട്ടതെന്ന് നമുക്കറിയാം. എന്താ പ്രത്യേകത? ഈ സംഖ്യകളുടെ പ്രത്യേകത തന്നെ നമുക്കറിയാം. എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്, നിസർഗ സംഖ്യകളാണ്, എണ്ണൽ സംഖ്യകളാണ്. തുടങ്ങിയിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഫ്രം 1, 1, 2, 3, 4, 5 അവസാനിക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? എക്സെട്ര ഇട്ടത്. അപ്പൊ ഒന്നിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഈ എലമെന്റ്സിന് ഓപ്പൺ, തുറന്നതും അടഞ്ഞതുമായ ബ്രേസിനകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതും കോമ ഇട്ട് വേർതിരിച്ചു. ഇതാണ് ഏതൊരു സെറ്റിന്റെയും പൊതു സ്വഭാവം, കോമൺ ഫീച്ചർ, കോമൺ നാച്ചർ ഓഫ് എനി സെറ്റ്. അപ്പൊ പറഞ്ഞു വന്നത് ഏതൊരു സെറ്റിന്റെയും പൊതു സ്വഭാവം എങ്ങനെയാണ്? ഒരു ഓപ്പൺ ബ്രേസ്, ക്ലോസ്ഡ് ബ്രേസ്, അതിനകത്ത് എലമെന്റ് ഉണ്ടാവും, അവയെ കോമയിട്ട് വേർതിരിച്ചാണ് എഴുതി പോകുന്നത്. ഇവിടെ നമ്മൾ എക്സെട്ര ഇടാനുള്ള കാരണം പറഞ്ഞ്, കാരണം നമുക്ക് ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ നമുക്ക് അറിയത്തില്ല, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുള്ളത് കൊണ്ടാണ് എക്സെട്ര ഇട്ടത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു, അവിടെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? Any set is named through capital letters, or name of any set is used by English capital letters. അതായത് ഏതൊരു സെറ്റിന്റെയും പേര് കൊടുക്കുമ്പോൾ, നെയിം ചെയ്യുമ്പോൾ, നെയിമിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഏതൊരു സെറ്റിന്റെയും പേര് ഇംഗ്ലീഷില് 26ഓളം വരുന്ന ലെറ്റേഴ്സില് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങളാണ് നെയിം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ഒരാളുടെ പേര് ഇപ്പം അരുൺ എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയി, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് എഴുതുമ്പോൾ. അപ്പൊ അതിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പറഞ്ഞ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ് അത് പറയാൻ ഉണ്ടായ കാര്യം ഇതാണ്. ഏതൊരു സെറ്റിന്റെയും പേര് നെയിം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പൊ എ എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതത്തില്ല, സ്മാൾ ലെറ്റർ കൊടുക്കത്തില്ല. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ മാത്രമേ കൊടുക്കുള്ളൂ എന്നൊരു സംശയവും വരാം. അല്ല, എയോ ബിയോ സിയോ അങ്ങനെ എക്സെട്ര ഇസഡ് വരെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഏത് വേണമോ കൊടുക്കും. ആ സമയത്ത് ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെയും ഉത്തരത്തിന്റെയും സ്വഭാവം അനുസരിച്ചിരിക്കും കൊടുക്കുന്ന ലെറ്റേഴ്സിന്റെ പ്രത്യേകത. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത പറഞ്ഞൊരു കാര്യം, the elements of a set are represented by small letters. The elements or members of a set consist of small letters. ഇപ്പോ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് പേര് കൊടുത്തു. എന്നാൽ ഇപ്പോ ഞാൻ ബി എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതുക, ഇതിനകത്തെ എലമെന്റുകൾ ഞാൻ എഴുതും, എ ബി സി ഡി എക്സെട്ര എന്ന് പറയും. അതൊരു സെറ്റ്. ഇതേ ബിയെ തന്നെ ഞാൻ എങ്ങനെ ഇവിടെ എഴുതുകയാണ്?
ഈ ലെറ്റേഴ്സ് എല്ലാം സ്മാൾ ആക്കിക്കൊണ്ട് എഴുതുക. എ അടുത്ത ബി സ്മാൾ ലെറ്റർ എഴുതി, സി സ്മാൾ ലെറ്റർ എഴുതി, ഡി സ്മാൾ ലെറ്റർ ഡി എഴുതി, എക്സെട്ര ആയിട്ട് എഴുതി. ഇനി ഇത് വേണ്ട, ആദ്യം എഴുതിയത് വേണ്ട, എല്ലാം കൂടി നമുക്ക് സംശയമാവും. അപ്പൊ അത് ഞാൻ ഒഴിവാക്കി. ഇതിപ്പോ ഞാൻ 2 സെറ്റ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബി എഴുതി, സെറ്റ് ബി സെറ്റ് എ ബി സി ഡി എക്സെട്ര. അതുപോലെ തന്നെ അതേ ബിയെ തന്നെ ഞാൻ എങ്ങനെ എഴുതി? സെറ്റ് എ ബി സി ഡി എക്സെട്ര. മെമ്പേഴ്സ് എല്ലാം ഒരേ അംഗങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വെച്ചില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചു. ഇവിടെ ആണെങ്കിൽ സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചു. ഇതിൽ ഏതാ ശരിയായ മെത്തേഡ്? ഇതല്ല, ഇത് തെറ്റായ രീതി. ഇതാണ് ശരിയായ മെത്തേഡ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? അതാണ് ഞാൻ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞത്. എന്താണ്? ദി എലമെന്റ്സ് or the members or objects of any set consists of English small letters. Elements. തൊട്ടു മുമ്പ് പറഞ്ഞത് നെയിം, പേര്. തിരിഞ്ഞു പോയത്. ആദ്യം പറഞ്ഞത് നെയിം, ഒന്നിന്റെ പേര്. അടുത്ത പറഞ്ഞത് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ്, അംഗങ്ങൾ. ഒബ്ജക്ട്സ്, അംഗങ്ങൾ. അപ്പോ പേര് കൊടുക്കും, സെറ്റിന് നെയിം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതിവിടെ കൊടുത്തത് ശരി തന്നെയാണ്, രണ്ടിടത്തും ശരിയാണ്, അത് ശരിയാണ്. പക്ഷെ എന്താ സംഭവം? അതിനകത്തുണ്ടായിരുന്ന എലമെന്റ്സ്, ഒബ്ജക്ട്സുകൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചു, പക്ഷെ ഇവിടെ സ്മാൾ ലെറ്റേഴ്സ്. ഇതാണ് വ്യത്യാസം. എന്താ പ്രത്യേകത? എലമെന്റ്സ് ഓഫ് ഏത് സെറ്റാണ്, എ ഓർ ബി, ഏത് സെറ്റ് ആണെങ്കിലും കൺസിസ്റ്റ് ഓഫ് സ്മാൾ ലെറ്റേഴ്സ്. ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരങ്ങൾ മാത്രമേ, ചെറിയ ലെറ്റേഴ്സ് മാത്രമേ, സ്മാൾ ലെറ്റേഴ്സ് മാത്രമേ എന്ത് ചെയ്യൂ? സെറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കും. ഇതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് ഈ മെത്തേഡ് അല്ല ശരി, ഇതാണ് ശരി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം, അതിനകത്തുള്ള എലമെന്റ് എല്ലാം സ്മാൾ ലെറ്റേഴ്സ്. ഇനി ഇവിടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബിക്ക് പകരം എന്ത് ഉപയോഗിക്കില്ല? സ്മാൾ ലെറ്റർ ബിയും ഉപയോഗിക്കില്ല. എങ്കിൽ അതും തെറ്റായിരിക്കും. അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. നെയിം ചെയ്യുമ്പോഴത്തേക്ക് സ്മാൾ ലെറ്റർ അല്ല, നെയിം ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ലെറ്ററും അതിനകത്ത് വരുന്ന എലമെന്റ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരികയാണെങ്കിൽ അവ സ്മാൾ ലെറ്റേഴ്സ്. ഇത്രയാണ് ആ കാര്യം. ഇനി ഈ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം, നമ്മൾ ഈ ഒരു ഭാഗം പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അതിൽ ചിലർക്കൊരു വ്യക്തത വന്നില്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിന് പ്രകാരമാണ് അതിൽ നിന്ന് തന്നെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാതെ കരുതി. അപ്പൊ ഇനി ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടത് അതിങ്ങനെയാണ്. ഈ 2 സെറ്റിന്റെ പ്രത്യേകത പറഞ്ഞ് അവതരിപ്പിച്ചതുപോലെ നമുക്ക് അതിലേക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ്, ഞാൻ അതിനകത്ത് കുറച്ച് എലമെന്റ് എഴുതുകയാണ്. ഇപ്പൊ എ ഇക്വൽ ടു സെറ്റ് എ സി ഡി എഫ്, ഇങ്ങനെ ഒരു സെറ്റ്. ഇപ്പൊ ഇവിടെ സെറ്റിന്റെ പേര് അറിയാം, എന്താണ്? എ. ഇപ്പൊ എ ഇക്വൽ ടു സെറ്റ് എ സി ഡി എഫ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആരൊക്കെയാണ്? എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? എഫ് ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആയി. എത്ര അംഗങ്ങളെ ഉള്ളു? 4 പേരെ ഉള്ളു. ആരൊക്കെയാണ്? എയും സിയും ഡിയും എഫും. അപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ട്, എ എന്ന് പറയുന്ന ഒരു അംഗം എ എന്ന് പറയുന്ന സെറ്റിലെ അംഗമാണോ അല്ലയോ? ആര്? സ്മാൾ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിലെ അംഗമാണോ അല്ലയോ? കേട്ട് കഴിഞ്ഞാൽ നിസ്സംശയം നിങ്ങൾ പറയും ആണ്. കാരണം ഇവിടെ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. എ എന്ന് പറയുന്ന സെറ്റ് നോക്കി, അവിടെ ആരൊക്കെ ഉണ്ട്? എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അതിലെ എയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഈ എ ഏതാണ്ട് ഇവിടെ ഉണ്ട്, സെറ്റിലുണ്ട്, അംഗമാണ്. അംഗമാണ് എന്ന് കാണിക്കാൻ ഇതിനകത്ത് നമ്മളൊരു വാക്കൂടെ പറയും. സ്പെല്ലിംഗ് എഴുതിയ തെറ്റിപ്പോയി, ക്ഷമിക്കുക. BELONGS, ബിലോങ്സ് ടു, അംഗമാണ്. എങ്ങനെ അംഗമാണ്? അപ്പോ ബിലോങ്സ് ടു എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് ഇവയെ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എവിടെ ഉപയോഗിക്കുക? ബിലോങ്സ് ടു. അപ്പൊ എ എന്ന് പറയുന്ന ഒരു അംഗം ഏത് സെറ്റിൽ? എ എന്ന് പറയുന്ന സെറ്റിൽ അംഗമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ആ കാര്യം പറയാം, ഉറപ്പിച്ചു. പക്ഷെ
അത് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ബിലോങ്സ് ടു. യൂസ് ദ ഫ്രേസ് ബിലോങ്സ് ടു. ഇത് എവിടെ ഉപയോഗിക്കുക? ബിലോങ്സ് ടു എവിടെ ഉപയോഗിക്കണം? ഇപ്പൊ നമ്മൾ എഴുതിയ എയ്ക്കും ഈ ക്യാപിറ്റൽ ലെറ്റർ എയ്ക്കും ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട ആളാണ് ആര്? ബിലോങ്സ് ടു. അപ്പൊ എങ്ങനെ ഉപയോഗിക്കും? സ്മാൾ ലെറ്റർ എ ബിലോങ്സ് ടു ദ സെറ്റ് എ. അപ്പൊ സ്മാൾ ലെറ്റർ എ ബിലോങ്സ് ടു എ. അതുപോലെ തന്നെ സി അംഗമാണ്. നമ്മൾ എങ്ങനെ എഴുതും? സ്മാൾ ലെറ്റർ സി ബിലോങ്സ് ടു എ. ഇങ്ങനെ എഴുതുമെങ്കിലും നമ്മൾ വേർഡ്സിൽ തന്നെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയേണ്ടി വരും. എ ബിലോങ്സ് ടു ദ സെറ്റ് എ. അങ്ങനെ പറയാം. വായിക്കുമ്പോ എങ്ങനെ പറയണം? എഴുതേണ്ട ഇത്രയും മതി. എങ്ങനെ? ബിലോങ്സ് ടു എ എന്ന് മാത്രം എഴുതിയാൽ മതി. എഴുതുന്ന ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വായിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എടുത്ത് എങ്ങനെ പറയണം? എ ബിലോങ്സ് ടു ദ സെറ്റ് എ എന്ന് ചേർത്ത് വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറയാം? സി ബിലോങ്സ് ടു ദ സെറ്റ് എ. സി ബിലോങ്സ് ടു ദ സെറ്റ് എ. ഈ രണ്ടിന്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് ദീസ് ആർ മീനിങ്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ പരിഗണിച്ചപ്പോ എയിലെ ഒരു അംഗമായിരുന്നു. എ ഈസ് ആൻ എലമെന്റ് ഓർ എ ഈസ് ദ മെമ്പർ ഓഫ് ദ സെറ്റ് എ. ഡെഫിനറ്റ്ലി വി നോ അബൌട്ട്. നമുക്കത് മനസ്സിലാക്കും. ആൻഡ് ഓൾസോ ഇൻ സെറ്റ് എ സി ഈസ് ആൾസോ an element or member of the set A. എയിൽ ഒരു മെമ്പർ കൂടിയാണ് ആരും? സി. So we can say C belongs to the set A or A belongs to the set A. But B to A. അടുത്ത പരിചയപ്പെടുത്തുന്നത് എയുടെയും സിയുടെയും കാര്യം നമ്മൾ ഉറപ്പുവരുത്തി. നമ്മൾ പക്കയാണ്, ഒരു സംശയം കാര്യത്തിൽ. പക്ഷെ ഞാൻ അടുത്തൊരു എലമെന്റ്, അടുത്തൊരു മെമ്പറിനെ കൊണ്ടുവന്നു. ആരാണ്? ബി ആണ്. ബി റിലേറ്റഡ് ടു എ. ബി എയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ബി നോക്കി ഇവിടെ ഉണ്ടോ? ആകെ 4 അംഗങ്ങളെ ഉള്ളൂ. അതിൽ ബി ഈസ് നോട്ട് ആൻ എലമെന്റ്. We can identify that B is not an element of the set A. എ എന്നുള്ള സെറ്റിലെ ഒരു അംഗം അല്ല ആര്? ബി. ബി ഇവിടെ ഇല്ല. എയും സിയും ഉണ്ടായിരുന്നു. എയും സിയും ഉണ്ടായിരുന്നു. ബി അംഗം അല്ല. അപ്പൊ നമ്മൾ എന്ത് പറയേണ്ടി വരും? ബിലോങ്സ് ടു അല്ല. ആ ബിലോങ്സ് ടു ഇല്ല, ബിലോങ്സിനെ നമ്മൾ പിരിക്കും. ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഗ്രാമറിന്റെ പോർഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. ബിലോങ്സിനെ പിരിക്കുമ്പോ എങ്ങനെ പറയും? ഡസ് പ്ലസ് ബിലോങ്. ഇതാണ് ഒരുമിച്ച് നമ്മൾ ചേർത്ത് പറയുക ബിലോങ്സ്. അപ്പൊ ബിലോങ്സിനെ പിരിക്കുമ്പോ, സ്പ്ലിറ്റ് ചെയ്യുമ്പോ ആരൊക്കെ ആയിട്ട് മാറും? ഡസ് പ്ലസ് ബിലോങ്. തിരിച്ച് നമ്മൾ പറയുമ്പോ ദ കോമ്പിനേഷൻ ഓഫ് ഡസ് ആൻഡ് ബിലോങ് ജോയിൻ ടു ഫോം ബിലോങ്സ്. തിരിച്ചും നമുക്ക് പറയാം ബിലോങ്സ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഡസ് പ്ലസ് ബിലോങ്. ബിലോങ്സിനെ ഡസ് പ്ലസ് ബിലോങ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, മാറ്റി പറയാം. ഇതിലൊരു എന്താണ് ഓക്സിലറി വെർബ് കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേറെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് പറയും. അപ്പൊ പറയുന്നതിന്റെ കാര്യം നമ്മൾ ബിലോങ്സിൽ തന്നെ ആരുണ്ട്? ഒരു ഓക്സിലറി ഉണ്ട്, അതിനോടൊപ്പം നെഗറ്റീവ് നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. എങ്ങനെ പറയാം? ബി ഡസ് നോട്ട് ബിലോങ് ടു എ. ബി എന്ന് പറയുന്ന അംഗം എ എന്ന് പറയുന്ന സെറ്റിൽ ഇല്ല. സെറ്റിലെ ഒരു അംഗം അല്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പിരിച്ചു ചെയ്യുന്നത്. പിരിച്ചു ചെയ്യുന്നതിനകത്ത് വേറെ പ്രത്യേകത ഉണ്ട്. പലരും ഡസ് നോട്ട് പിന്നും എഴുതി ബിലോങ്സ് എഴുതി കളയും. അപ്പൊ പിരിക്കുമ്പോൾ ഡസും പിന്നെ ബിലോങ്സ് ഇല്ല, ബിലോങ് ആയിട്ട് മാറി. അപ്പൊ ഡസ് നോട്ട് ബിലോങ്സ് അല്ല, ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ് എ. Or B is not an element of the set A. B എന്ന് പറയുന്ന ആള്, B എന്ന് പറയുന്ന ലെറ്റർ A എന്ന് പറയുന്ന സെറ്റിലെ അംഗം അല്ല. അപ്പൊ B does not belong to A. B is not an element of the set A.
സിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാം? സി ബിലോങ്സ് ടു എ. തിരിച്ച് ഡിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും ഡി ബിലോങ്സ് ടു എ. പക്ഷേ ഇയുടെ കാര്യം ചിന്തിച്ച് ഇ അവിടെ ഉണ്ടാ. സി കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മൾ ആരുടെ കാര്യം പറഞ്ഞു? ബി കഴിഞ്ഞിട്ട് സിയുടെയും കാര്യം ഡിയുടെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനിടയ്ക്ക് വരേണ്ട ഇ ഉണ്ട്. പക്ഷെ ഈ ഇവിടുത്തെ അംഗം അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറയേണ്ടി വരും? ഇ ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ് എ. എ എന്ന് പറയുന്ന സെറ്റില് അംഗമല്ല. ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ. So we can say that E does not belong to the set A. ഇതാണ് അടുത്തൊരു ഭാഗം. ഇനി എപ്പോഴും നമുക്ക് ഇതേപോലെ വേർഡിൽ എഴുതി അവതരിപ്പിക്കാൻ പറ്റുന്നു. എല്ലാ കാര്യവും നമ്മൾ ഇതേപോലെ വേർഡ്സിൽ എഴുതിയാണ് അവതരിപ്പിക്കാറ് അല്ല. അതുപോലെ ഇവിടെയും ചെറിയൊരു മാറ്റമുണ്ട്. അതിങ്ങനെയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ പരിചയപ്പെട്ട ഇയാളെ തന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എ belongs to the set A. അപ്പൊ ഇവിടെ ഒരു ഫ്രേസ് നമ്മൾ കണ്ടു. ഏതാ ഫ്രേസ്? ബിലോങ്സ് ടു ദി എലമെന്റ് ഓഫ് ആൻ or the element of a set is A, an element of the set A. Yes, A belongs to A or A is an element of the set A. A എന്ന് പറയുന്ന സെറ്റിലെ അംഗമാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം C belongs to the set A. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചെന്താണ്? ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ബി എന്തല്ല, അംഗമല്ലാത്തതുകൊണ്ട് എന്ത് പറഞ്ഞു? ബി ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ് എ. ഇത്രയും പറഞ്ഞു. രണ്ട് ഭാഗമാക്കി എടുക്കുക. അപ്പൊ സി ബിലോങ്സ് ടു ദ സെറ്റ് എ ബട്ട് ബി ഡസ് നോട്ട് ബിലോങ് ദ സെറ്റ് എ. ഇനി ഈ പറഞ്ഞ ഫ്രേസുകൾക്ക് ഏതൊക്കെ? ഒന്ന് ബിലോങ്സ് ടു, അടുത്ത ഏത്? ഡസ് നോട്ട് ബിലോങ് ടു. ഇങ്ങനെ രണ്ട് ഫ്രേസുകളുണ്ട്. ഈ ഫ്രേസുകൾക്ക് പകരം ഒരു സിമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുക. ഗ്രീക്ക് സിമ്പിൾ. ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ആ സിമ്പിളിന്റെ പേര് അല്ലെങ്കിൽ വിളിപ്പേര് എപ്സിലോൺ എന്നാണ്. എന്താ സിമ്പിളിന്റെ വിളിപ്പേര്? എപ്സിലോൺ. എന്താ സിമ്പിളിന്റെ വിളിപ്പേര്? എപ്സിലോൺ. EPSILON. എപ്സിലോൺ. എങ്ങനെയുള്ള സിമ്പിൾ ആയത്? ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ഗ്രീക്ക് സിമ്പിൾ. അപ്പൊ ദ ഫ്രേസ് belongs to or does not belong to is used through the Greek symbol epsilon. അപ്പോ belongs to അല്ലെങ്കിൽ does not belong to പോലുള്ള ഫ്രേസുകൾക്ക് പകരം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒന്നിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രീക്ക് സിമ്പിൾ ഉണ്ട്. We can call it as epsilon. നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? എപ്സിലോൺ എന്ന് വിളിക്കാം. ഇനി ആ സിമ്പിൾ ഏതെന്ന് അറിയണ്ടേ? അത് എങ്ങനെ ഇടുമെന്നും അറിയണ്ടേ? എങ്ങനെയാണ്? സി ഇല്ലേ, ചെറിയ അക്ഷരം സി, അല്ലെങ്കിൽ നിങ്ങൾ സി എഴുതുമ്പോഴത്തേക്ക് ഇച്ചിരി ഉള്ളാക്കി എഴുതുക. ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇട്ടിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സാധാരണ നമ്മൾ എഴുതി പോകുമ്പോഴത്തേക്ക് ചിലർ ചേർത്തിടാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് സൂചിപ്പിക്കാറുമുണ്ട്. തെറ്റൊന്നുമല്ല. ഇതെങ്ങനെയാ? സി ഇച്ചിരി ഒന്ന് ഉള്ളാക്കി ഇടുക. ചെറിയ അക്ഷരം ഈ പോലെയൊക്കെ നമ്മൾ പറയില്ല. നമ്മളിപ്പോ ചെറിയ അക്ഷരം ഈ ഇങ്ങനെ എഴുതുന്നതിൽ നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കി ഏതാണ്ട് ഈ ഒരു സിമ്പിളിന്റെ ഒരു മാതൃകയുണ്ട്. പറഞ്ഞെന്നുള്ള ഉള്ളൊരു സാധ്യത ഓർത്തിരിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ ഒക്കെ തരുമ്പോഴത്തേക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവതരിപ്പിക്കാമല്ലോ. അതുപോലെ പറഞ്ഞെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ്? സി ഇച്ചിരി ഒന്ന് വളച്ചിടുക, അകത്തൊരു വര. ഈ സിമ്പിളാണ് എന്ത്? എപ്സിലോൺ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഏത് എങ്ങനെയുള്ള സിമ്പിളാണ്? ഇറ്റ് ഈസ് എ ഗ്രീക്ക് സിമ്പിൾ. ഇതൊരു ഗ്രീക്ക് സിമ്പിളാണ്. ഏത്? എപ്സിലോൺ. ഇത് ആർക്ക് പകരം ഉപയോഗിക്കുന്നു? ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്? ബിലോങ്സ് ടു എന്ന് പറയുന്ന ഫ്രേസ്. ഇതിപ്പോ ഇങ്ങനെ എഴുതിയാൽ തെറ്റെന്നല്ല. എപ്പോഴും നമ്മൾ ബിലോങ്സ് ടു, ഡസ് നോട്ട് ബിലോങ് ടു, ബിലോങ്സ് ടു അങ്ങനെ എഴുതണ്ട. അതിന് പകരം ഈ സിമ്പിൾ ഉപയോഗിച്ച് അത് എങ്ങനെ ഉപയോഗിച്ച് കാണിക്കാം? ഇപ്പോ എ ഉണ്ട്, റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ട്. ഇതിനിടയ്ക്കല്ലേ ഇയാൾ വന്നത്, ഈ ബ്രാക്കറ്റ് വന്നത്. ഈ ബ്രാക്കറ്റിന്റെ സ്ഥാനമാണ് ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്? ഈ ഒരു സിമ്പിളും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ബ്രാക്കറ്റിന്റെ ഇപ്പുറം ആരുണ്ടായിരുന്നു? സി. ഇവിടെ നോക്കുമ്പോ ആര്? ഇപ്പൊ ബിലോങ്സ് ടു. ഇത്രയാണ് ബ്രാക്കറ്റിന്റെ ഉദ്ദേശം. അപ്പൊ ബ്രാക്കറ്റ് ലെഫ്റ്റ് സൈഡിൽ ആര്? എ. അപ്പൊ അതേപോലെ ഞാൻ എ എഴുതി.
ബ്രാക്കറ്റ് നമ്മൾ തൽക്കാലം ഗവനിക്കുന്നില്ല, ആ ഫ്രേസ് വിട്ട് കളിക്കുന്നു. അപ്പൊ അതിനപ്പുറം വലേ സൈഡിലാര് എ. അപ്പൊ ഈ ബ്രാക്കറ്റിനെയാണ് ആര് റീപ്ലേസ് ചെയ്യുന്നത്? എപ്സിലോൺ എന്ന് പറയുന്ന ഗ്രീക്ക് സിമ്പിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോ ഇതിന് പകരം ഈ ബ്രാക്കറ്റിന് പകരം നമ്മൾ ഇനി ആരെടുത്ത് എഴുതുന്നു? ഈ സിമ്പിളും ഇട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ സിമ്പിൾ കാണുമ്പോൾ നമ്മൾ എന്ത് തിരിച്ചറിയും? എ എന്ന് പറയുന്നതാണ് സെറ്റ്. അവിടെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ അംഗങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അതിലെ ഒരു അംഗമാണ് ആര്? എ. അപ്പൊ ഇതിൽ നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? എ belongs to the set A, or A is an element of the set A. സെറ്റ് എ, എയിൽ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു അംഗമാണ് എ. അതുപോലെ തന്നെ ബി ഒരു അംഗമാണോ? അല്ല. അപ്പൊ അവിടെ എങ്ങനെയാണ്? ബി അംഗമല്ല. നമ്മള് ഒരു ഉദാഹരണത്തിന് എക്സിന്റെ വില 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? എക്സ് ഇസിക്കൽ 5. എങ്ങനെയാണ്? എക്സിന്റെ വില 5 എന്ന് പറഞ്ഞു കിട്ടുമ്പോ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഇസിക്കൽ 5. എന്നാൽ എക്സിന്റെ വില 5 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വര കൊടുക്കും, കട്ട് ചെയ്യും, അല്ലെന്ന് പറഞ്ഞ കാണിക്കും. അപ്പൊ എക്സ് ഈസ് നോട്ട് ഇസിക്കൽ ടു 5 അല്ലെ? ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എക്സ് ഈസ് നോട്ട് ഇസിക്കൽ ടു 5 എന്നാണ്. എക്സ് ഇസിക്കൽ 5 ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ. ഈ വ്യത്യാസം അത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടി കാണും. എങ്ങനെയാണ്? ബി ഡസ് നോട്ട് ബിലോങ് ടു. അപ്പൊ ഇസിക്കൽ ടു ഇട്ടിട്ട് ഒരു വെട്ട്. അപ്പൊ ഇസിക്കൽ ടു ഇട്ടിട്ട് ഒരു വെട്ട്. അംഗമല്ല, എന്താണ്? തുല്യമല്ല എന്ന് കാണിക്കുക. ഇവിടെ അംഗമല്ല എന്ന് കാണിക്കുക, ഒരു വര. ബിലോങ് ടു ദ സെറ്റ്. ഇതാണ് പ്രത്യേകത. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? സ്മാൾ ലെറ്റർ എ എന്ന് പറയുന്ന സെറ്റിൽ അംഗമാണെങ്കിൽ നമ്മൾ എന്തിട്ട് എഴുതും? ആ എപ്സിലോൺ സിമ്പിൾ ഇട്ട് എഴുതും. അപ്പൊ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ. ബട്ട് ഹിയർ ബി ഈസ് not an element of the set, or B does not belong to the set A. ഇതാണ് ആ വ്യത്യാസം. ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ബിലോങ്സിന്റെ ഉപയോഗം മനസ്സിലായി, എന്താണ് അതിന്റെ വിളിപ്പേരെന്ന് മനസ്സിലായി, അതൊരു ഗ്രീക്ക് സിമ്പിൾ ആണെന്ന് മനസ്സിലായി, അതെങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് മനസ്സിലായി, എങ്ങനെ അത് റിപ്രസെന്റ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് സിയുടെ കഥ പറയാം. സി ഇവിടുത്തെ അംഗമാണ്. അപ്പൊ അങ്ങനെ എഴുതും, സി സ്മാൾ ലെറ്റർ സി belongs to the set A. D is also belongs to the set A, but E, small letter E, does not belong to the set A. ഇതിന്റെ ആശയം കൃത്യമായിട്ട് കിട്ടിക്കാണും എന്ന് കരുതുന്നു. അപ്പൊ വിളിപ്പേര് അതിന്റെ ഫ്രേസ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു, എങ്ങനെ, എന്താണ് അതിന്റെ പേര്, എന്ത് സിമ്പിൾ ആണ് ഉപയോഗിക്കുക, അത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി.